ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഷെറാട്ടണിൽ നിന്ന് ആയാലോ? എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അതിനായിട്ട് വന്നിരിക്കുന്നത് ബാലിയിലാണ്. ബാലിയിലെ ഷെറാട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീപ്പാണ് കേട്ടോ. നിങ്ങളിനി പോകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ചിലപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് റൂംസ് കിട്ടും. അപ്പോൾ അവിടുത്തെ ഒരു കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണ് നമ്മൾ ഈ രാവിലെ ലിഫ്റ്റൊക്കെ പിടിച്ചു പോകുന്നത്. ഞാനിവിടെ ഒരു ദിവസമേ സ്റ്റേ ചെയ്യുന്നുള്ളൂ, അധികം ദിവസങ്ങളൊന്നുമില്ല. ഒരൊറ്റ ദിവസം 2 ദിവസമേ ബാലിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം തന്നെ നമുക്ക് ഇവരുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ പ്രധാന ഡിഷായിട്ടുള്ള നാസി ഗൊരങ്ങ് ലൈവായിട്ട് ചെയ്യുന്ന ഒരു കൗണ്ടറാണ് കാണാൻ കഴിയുന്നത്. നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും അലങ്കരിച്ചിട്ടുള്ള ഒരു ബുഫേ ആയിരുന്നു. അടുത്ത സെഷൻ ബോയിൽഡ് എഗ്ഗിൻ്റേതായിരുന്നു. ബോയിൽഡ് എഗ്ഗ് മാത്രമല്ല ഉള്ളത് കേട്ടോ, കുറേ അതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന കുറേ എന്തൊക്കെയോ മസാലയും ഹോട്ട് സോസും ഷ്രെഡഡ് ചിക്കൻ വേണമെന്നുള്ളവർക്ക് അതും, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉള്ള വിശാലമായിട്ടുള്ള ഒരു മെനു സെഷനായിരുന്നു. നമ്മൾ അടുത്ത് കാണുന്നത് ബാലിയിലെ സ്പെഷ്യൽ ഡിഷസ് ആണ്. അതിൽ സ്വീറ്റ് ഉണ്ടായിരുന്നു, ചിക്കൻ്റെ വെറൈറ്റി, നമുക്ക് കേട്ടിട്ടില്ലാത്ത പേരിലെ ചിക്കൻ്റെ വെറൈറ്റി ഡിഷ് ഉണ്ടായിരുന്നു, വൈറ്റ് റൈസ് ഉണ്ടായിരുന്നു, സയൂർ ഉരബ് എന്ന പേരിൽ മിക്സ് വെജിറ്റബിൾസും ബാലിനീസ് സ്പൈസസും തേങ്ങയൊക്കെ ചിരകിയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഡിഷ് ഉണ്ടായിരുന്നു. ബാലിനീസ് നോൺ വെജ് കഴിക്കണമെന്ന ആഗ്രഹമുള്ളവർക്ക് കഴിക്കാനായിട്ട് ചിക്കൻ്റെ ബാലിനീസ് സ്റ്റൈലിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ചിക്കൻ്റെ ഒരു റോസ്റ്റഡ് ചിക്കൻ പോലെയൊക്കെ തോന്നുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. നൂഡിൽസ് ഉണ്ടായിരുന്നു. നൂഡിൽസിൽ എന്തൊക്കെ ഇലകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. 3-4 വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇലക്കകത്ത് എന്തൊക്കെയോ പൊള്ളിച്ച് മീനോ എന്തൊക്കെയോ പൊള്ളിച്ച് വെച്ചിരിക്കുന്ന സംഭവമാണ്. അടുത്ത് കാണുന്നത് മീറ്റിൻ്റെ ഒരു സ്റ്റിക്കാണ്. ഒരു നീളമുള്ള കമ്പിൻ്റെ അറ്റത്ത് മീറ്റ് വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നത്. ഇനി സാൻഡ്വിച്ച് സെക്ഷനിലേക്ക് പോവാം. അവിടെ ആദ്യം കാണുന്ന മെയിൻ ഐറ്റം ആയിട്ടുള്ള ബ്രെഡ് ഉണ്ട്. അതിനൊപ്പം കഴിക്കാനായിട്ട് പല തരത്തിലുള്ള ജാംസ് ഉണ്ട് കേട്ടോ. എല്ലാ വെറൈറ്റി ജാമും ഉണ്ടായിരുന്നു. ബട്ടർ ഉണ്ടായിരുന്നു, പിന്നെ സോഫ്റ്റ് റോള്, പേസ്ട്രി, ഈ ചീസ് റോള്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഡാനിഷ് പേസ്ട്രി ഉണ്ടായിരുന്നു, സോഫ്റ്റ് ബൺ ഉണ്ടായിരുന്നു, ചീസ് ചോക്ലേറ്റ് കേക്ക് പോലത്തെ സാധനങ്ങളുണ്ടായിരുന്നു. എല്ലാം നല്ല ചൂടോടെ ഇവിടെ അറേഞ്ച് ചെയ്ത് വച്ചിട്ടുണ്ട്. പാൻ കേക്ക് ഇഷ്ടമുള്ളവർക്ക് പാൻ കേക്ക് ഉണ്ടായിരുന്നു, വാഫിൾ ഇഷ്ടമുള്ളവർക്ക് അതുണ്ടായിരുന്നു. ഇത്രയും വെറൈറ്റി സംഭവങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്ത് വെക്കുന്നവർക്ക് ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷനും 100-ൽ 100 മാർക്കാണ് നൽകേണ്ടത്. അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ഇവിടെ ഓരോ സാധനങ്ങളും സെക്ഷൻ വൈസ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പല നാടുകളിൽ നമ്മൾ കണ്ടിട്ടില്ലാത്തയും കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ രുചിക്കാൻ പറ്റുന്ന തരത്തിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യനിലെ സാധനങ്ങളാണ്. അവിടെ നൂഡിൽസൊക്കെയാണല്ലോ അവരുടെ മെയിൻ ഐറ്റം. റൈസ് നൂഡിൽസ് പോലത്തെ സാധനങ്ങളൊക്കെയാണ് മെയിൻ ഐറ്റം. അതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കഴിക്കാനുള്ള കുറച്ച് ലീഫി വെജിറ്റബിൾസും ക്രാബ് സ്റ്റിക്കും ഒക്കെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ലൈവ് കൗണ്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെന്ന് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം മിക്സ് ചെയ്ത് ഒരു അടിപൊളി നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാം. എന്തായാലും ഷെറാട്ടണിലെ ബുഫേ തീരുന്നില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. അത് ഇനിയൊരിക്കൽ കാണാം.